ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു കംപ്ലീറ്റ് 2CC വിത്ത് ഈസി സ്റ്റെപ്സ്. എങ്ങനെ നമുക്ക് ഈസി സ്റ്റെപ്പിലൂടെ 2CC കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക നമ്മളെ സ്റ്റുഡൻസിനാണ്. പക്ഷേ എന്നാൽ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഹെൽപ്പ് ആവും. പക്ഷേ കൂടുതലായിട്ടും ഈ 2CC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും കഴിയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഒഴിഞ്ഞു പോകുന്നതും ഒക്കെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ട്, പക്ഷെ അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ 2CCനെ കുറിച്ചും 2CCൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും അതുപോലെ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ ഈ 2CC ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പം ഈ ഒരു ഐഡിയ ആക്ടിവേഷൻ ഉണ്ടെന്ന് അവസാന സമയത്തായിരിക്കും നിങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ അറിയുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളി സ്റ്റക്ക് ആവുകയാണ്. അയ്യോ, ഇത് ഭയങ്കര എമൗണ്ട് ആണല്ലോ, എങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യും? പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരണം. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് പങ്കാളി ആവണം, എനിക്കിതിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നില്ല. എങ്ങനെ ഞാൻ ചെയ്യും? ഏത് രീതി ചെയ്യും? ഇതിന് ഒരുപാട് എമൗണ്ട് ആണല്ലോ, അപ്പം ഏത് രീതി ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു ഡൗട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളി വാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോംബോ പാക്കിനെ കുറിച്ച് പറയാം. കോംബോ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈസി വേ ആണ് നമുക്ക് ഇതിലേക്ക് ഈ 2CC കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് ഇതിൽ 2CC കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1.5cc കോംബോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2CC റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് വരികയും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളെ കോംബോ പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇതിനെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അത് ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ ആ ഓൺലൈൻ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ലാപ്ടോപ്പ് അത്യാവശ്യമാണ്. നമ്മളവിടെ ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി പോയി. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 40,000 രൂപയെങ്കിലും വേണം ഒരു ലാപ്ടോപ്പ് എടുക്കാം. അപ്പം ഞാനൊരു ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ബിസിനസ് ആവശ്യമായതുകൊണ്ട് ഞാനത് എടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിലൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. നന്നായിട്ട് അതിനകത്ത് എനിക്കൊരു വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വിചാരിച്ചു, ഞാനത് പുറത്ത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് സെയിൽ ചെയ്യാൻ കൊണ്ടുപോയി. പക്ഷേ ഞാൻ ചിലവാക്കിയതിൻ്റെ ആ ഒരു ചിലവാക്കിയ പൈസ എനിക്ക് അതിൽ നിന്ന് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയില്ല. മീൻസ് എനിക്ക് 40,000-ൻ്റെ പകുതി 20,000 രൂപയാണ് എനിക്ക് തിരിച്ച് കിട്ടിയത് അത് സെയിലാക്കിയ സമയത്ത്. അപ്പോൾ എനിക്കവിടെ ലോസ് ആണ് സംഭവിച്ചത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ 2CC എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നഷ്ടം വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും ഡയമണ്ട് ആയിട്ടുള്ളൊരു എന്താ പറയുക ഹെൽത്തി പ്രോഡക്റ്റ്സ് ആണിത്. അതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ കോംബോ പാക്ക് എടുത്തിട്ട് നിങ്ങൾ പുറത്തത് വിൽക്കാനാണ്, ഇപ്പം സെയിൽ ചെയ്യാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്താലും നിങ്ങൾക്ക് അതേ സെയിം പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫോർ അവർ ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി ഒരുപാട് പൈസ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചിലവാക്കി കഴിഞ്ഞു. ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ജോലിയായിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ജോലിയായിട്ട് കിട്ടുന്നു എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലിയായിട്ട് കിട്ടുന്നു എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? അപ്പം നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നോക്കാം. നമുക്കാരും എന്താ പറയുക, നമ്മളെ എഡ്യൂക്കേഷൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ആ ഒരു കാര്യം പഠിപ്പിച്ചു തരില്ല. ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്ത് നമുക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് ഗ്രോ ചെയ്യാം എന്നുള്ള ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അല്ല പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. പക്ഷെ ഫോർ അവർ നമുക്കൊരു അവസരമാണ് തരുന്നത്. അതായത് കുറഞ്ഞ എമൗണ്ടിൽ നമുക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര വേണമെങ്കിലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഈ 2CC എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇതൊരു അസൈൻമെന്റ് ആണ്. അതായത് റിസ്ക് ടേക്കേഴ്സ് അവനവൻ്റെ ഡ്രീംസിനെ ഉയർത്തി കൊണ്ടുവരാൻ, അവനവൻ്റെ ഡ്രീംസിനെ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അതായത് റിസ്ക് ടേക്കേഴ്സ്, അതായത് ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാരെ
ആൾക്കാർക്കുള്ള, അതായത് അവരുടെ ലൈഫിനെ 360 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യണമെന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. 2CC എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെസ്റ്റ്. അതായത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലോകത്ത് തന്നെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. പക്ഷെ ഇവരാരും സ്റ്റഡി ചെയ്തതും കൊണ്ട് മാത്രമല്ല സക്സസ് ആയത്. അവർ ആ സ്റ്റഡി ചെയ്യുന്ന ടൈം ആ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ വർക്കിലേക്ക് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? നമ്മൾ ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും സക്സസ് ആവില്ല. നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുന്നതാണ് നമ്മളെ സക്സസ് ആക്കുക. ഫോർ അവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബിസിനസ് മാത്രമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കൂടാതെ വേറെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആക്കാൻ ശ്രമിക്കുന്നു. അതായത് നമ്മൾ തന്നെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നു. അത് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് മറ്റുള്ളവരെയും പഠിപ്പിച്ച് നമ്മളെ എങ്ങനെ ഗ്രോ ചെയ്യാമെന്ന് പഠിപ്പിച്ച് അവരെയും ഒരു ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരൊറ്റൊരു ബിസിനസ്സിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എമൗണ്ടാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ സ്റ്റക്ക് ആകുകയാണ്, നിങ്ങൾ അവിടെ ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരാനുള്ള ചാൻസ് ആണ് നിങ്ങൾ കളയുന്നത്. ബിസിനസ്സിൽ വളരാനുള്ള ചാൻസ് കൂടാതെ നിങ്ങളെ വളരാനുള്ള, അതായത് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ചാൻസും കൂടിയാണ് നിങ്ങൾ നഷ്ടമാക്കുന്നത്. ഓക്കെ, നമ്മളെ ബിസിനസ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എങ്ങനെയുള്ള പീപ്പിൾസിനെയാണ് ആവശ്യം? ക്വാളിറ്റി ഓഫ് പീപ്പിൾസിനെയാണോ അതോ ക്വാണ്ടിറ്റി ഓഫ് പീപ്പിൾസിനെയാണോ? തിങ്ക്. നമുക്ക് ക്വാളിറ്റി ഓഫ് പീപ്പിൾസിനെയാണ് ആവശ്യം. നിങ്ങൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പാരൻസിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയുന്ന രീതി, അതായത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ അവരോട് പറയുന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. ആ രീതി തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ഓൺ ദ സ്പോട്ടിൽ നോ ഇറ്റ്സ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പാരൻസ് ആരും നമ്മൾ നന്നാവരുത് എന്ന് വിചാരിക്കുന്നില്ല. നമ്മൾ സക്സസ് ആവണം എന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് നമ്മളുടെ പാരൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന രീതി മാറ്റുക, നമ്മളെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതി മാറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെ ഇതിന് സമ്മതിക്കുകയും ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, വീട്ടുകാർക്ക് വാശി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് ടൂറ് പോകും. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇവിടെ നമ്മളിതിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് വേറെ കിട്ടില്ല. ഇത്ര എൻജോയ് ചെയ്യാൻ, അത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇത്ര എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് വേറെ കിട്ടില്ല. അത്രയും ക്വാണ്ടിറ്റി ആയിട്ടുള്ളൊരു ടൈമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പം അത് നമുക്കറിയാം. അപ്പം നമ്മളെന്താ പറയുക, നമ്മൾ വീട്ടിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ടൈമാണ് കിട്ടുന്നത്, എന്താ പറയുക, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ പ്ലീസ് എനിക്കൊന്ന് സമ്മതിക്കണം. അത് മാത്രമല്ല, ഞങ്ങളുടെ ടീച്ചർമാർ, ഞങ്ങളുടെ മാഷ്മാർ എല്ലാവരും ഉണ്ട് ഞങ്ങളെ സെക്യൂർ ചെയ്യാൻ. ഞങ്ങൾ അത്രയും ഇതിലാണ് പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടീച്ചർമാരെ കൊണ്ട് സംസാരിപ്പിക്കും, പറ്റാത്തവരെ ടീച്ചർമാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് നോക്കും, ഫ്രണ്ട്സിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് നോക്കും. അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആക്കും. ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്താ ലാസ്റ്റ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. നിങ്ങൾ അതിൽ സക്സസ് ആവും. നിങ്ങൾ എന്ത് ചെയ്യും, ടൂറ് പോവും, എൻജോയ് ചെയ്യും. അത് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് അടി ഉണ്ടാക്കാനല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളെ വീട്ടുകാരോട് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിച്ചു കൊടുക്കുക. അതായത് ഈ ഒരു ബിസിനസ് എന്താണ്, ഈ ഒരു ബിസിനസ്സിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ വന്നു, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഫോർവേഡായിട്ടുള്ള ബന്ധം എന്താണ്, അങ്ങനെ. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, മെൻറ്ററിനെ കൊണ്ട് സംസാരിപ്പിക്കുക. വീട്ടിലെല്ലാവരോടും ഒരുമിച്ചിരുന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത്, അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കണം. അതായത് എനിക്കിത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് ഇറങ്ങി ഞാൻ ഉറപ്പായിട്ടും ഞാൻ സക്സസ് ആവും, എനിക്ക് കഴിയും. അതുമാത്രമല്ല, നമ്മൾക്ക് പേഷ്യൻസും വേണം. അപ്പോൾ എന്താണ്, നമ്മൾ അതൊക്കെ മനസ്സിലാക്കിപ്പിച്ച് നമ്മളുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന സമയത്ത് അവരെന്താ ഉറപ്പായിട്ടും സമ്മതിക്കുകയും ചെയ്യും, അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു ഹെൽത്തി വേയിലാണ് നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടും ഹെൽപ്പ് ചോദിക്കുക. അതൊരു ടെസ്റ്റ് കൂടിയാണ്. നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ കഷ്ടപ്പാടിൽ സഹായിക്കുന്നവനാണല്ലോ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അതായത് കൂടെ നിൽക്കുന്നവനാണല്ലോ യഥാർത്ഥ സുഹൃത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. ആൻഡ് ബിലീവ് മീ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഡെഡിക്കേഷനോടെ കൺസിസ്റ്റൻസിയോടെ നിങ്ങൾ
ഹാർഡ് വർക്കിനെക്കാട്ടും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. എന്ത് കാര്യങ്ങളും നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അതുകൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക. സ്വന്തം സെൽഫിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു മിററിൽ നോക്കിയിട്ട് നമ്മൾ ഡെയിലി രാവിലെ എണീച്ച പാടെ നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്ക്. എനിക്ക് കഴിയും, ഞാൻ ഉറപ്പായിട്ടും ഇത് നേടിയെടുക്കും, അല്ലെങ്കിൽ എനിക്ക് കഴിയാത്തതൊന്നുമില്ല, എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് ഇത്രയധികം എമൗണ്ട്സ് എനിക്ക് നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ള ആ ഒരു എല്ലാ ഡെയിലി നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജീനെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.